بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. قال أبو هريرة رضي الله عنه. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നൽ മുഅ്മിന ഇദഹ്തുദിറ, ഒരു മുഅ്മിനിന് മരണമാസന്നമായാൽ അതതുഹുൽ മലായികത്തു, അവൻ്റെ അടുക്കൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ചെല്ലും. ഈ ഹരീറത്തിന്, ഒരു പട്ടിൻ്റെ വസ്ത്രവുമായി, ഫിഹാ മിസ്കുൻ, അതിൽ കസ്തൂരി ഉണ്ടാവും. വ ലബാഇറു റൈഹാനി, റൈഹാൻ ചെടികളുടെ പുഷ്പങ്ങളുടെ ഒരു കെട്ടും ഉണ്ടാവും. അങ്ങനെ തുസല്ലു റൂഹുഹു, അയാളുടെ റൂഹിനെ വളരെ മയത്തിൽ ഊരിയെടുക്കപ്പെടും. സല്ല എന്ന് പറഞ്ഞാൽ മയത്തിൽ ഊരിയെടുക്കുക എന്നാണ്. അവന്റെ റൂഹിനെ മയത്തിൽ ഊരിയെടുക്കപ്പെടും. കമാ തുസല്ലു ഷഅറത്തു മിനൽ അജീനി, മാവിൽ നിന്നും രോമത്തിനെ ഊരിയെടുക്കപ്പെടുന്നത് പോലെ. അവനോട് പറയപ്പെടും, അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നത്തായ നഫ്സേ, സമാധാനപൂർണമായ ആത്മാവേ, ഉഖ്റുജി, നീ ഇറങ്ങി വാ, പുറപ്പെട്ടു വാ, റാദിയത്തൻ വ മർദിയൻ അങ്കി, റാദിയത്തൻ സംതൃപ്തിയായ നിലയിൽ, വ മർദിയൻ അങ്കി, നിന്നെ തൊട്ട് അള്ളാഹു സംതൃപ്തനായ നിലയിലും, നീ തൃപ്തിപ്പെടപ്പെട്ട നിലയിലും, മർദിയൻ അങ്കി, നിന്നെ തൊട്ട് തൃപ്തിപ്പെടപ്പെട്ട നിലയിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ട നിലയിലും. എങ്ങോട്ട് വാ? ഇലാ റൗഹില്ലാഹി, അള്ളാഹുവിന്റെ റൗഹിലേക്ക് നീ ഇറങ്ങി വാ. അള്ളാഹുവിന്റെ അടുക്കലുള്ള വിശ്രമ സ്ഥലം എന്ന് അർത്ഥം വയ്ക്കാം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് ഇറങ്ങുക എന്നും പറയാം. കറാമത്തി, അവന്റെ ബഹുമാനത്തിലേക്കും നീ ഇറങ്ങി വാ. നിന്നെ അവൻ ആദരവ് നൽകി ആദരിക്കാൻ പോവാ. അങ്ങനെ ഫൈദാ ഉഖ്രിജത്ത് റൂഹുഹു, അവന്റെ ആ വിഭാഗത്തിൽപ്പെടുത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫൈദാ ഉഖ്രിജത്ത് റൂഹുഹു, അവന്റെ റൂഹിനെ പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ, വുദിഅത് അലാ ദാലിക്കൽ മിസ്കി, ആ കസ്തൂരി പുരട്ടിയ ആ പട്ടിന്റെ വസ്ത്രത്തിൽ ആ റൂഹിനെ വെക്കപ്പെടും. റൈഹാൻ, റൈഹാനും ഒക്കെ ഉള്ള ആ വസ്ത്രത്തിൽ. തുവിയത്ത് അലൈഹൽ ഹരീറത്തു, അതിന്റെ മേൽ ഈ പട്ടു വസ്ത്രത്തിനെ ചുറ്റപ്പെടും. കസ്തൂരിയിൽ വെച്ചിട്ട്, കസ്തൂരി അവിടെ അതിൽ ഈ പട്ടുവസ്ത്രത്തിന്റെ ഉള്ളിൽ കസ്തൂരിയും കൊണ്ടാണ് മലക്കുകൾ വരുന്നത്. ആ കസ്തൂരി റൂഹിനെ വെച്ച് മുകളിൽ പട്ടുവസ്ത്രത്തിനെ ചുരുട്ടപ്പെടും. അങ്ങനെ ബിഹ, അതിനെ അയക്കപ്പെടും ഇലാ ഇല്ലീന, ഇല്ലീയിലേക്ക്. ഇല്ലീൻ മുഅ്മിനീങ്ങളുടെ റൂഹുള്ള സ്ഥലമാണ് ഇല്ലീൻ. ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ എന്ന് പറഞ്ഞില്ലേ. വൈനൽ കാഫിറ ഇദഹ്തുദിറ, എന്നാൽ അവിശ്വാസിക്ക് മരണമാസന്നമായാൽ അതത്തുഹുൽ മലായികത്തു, അല്ലാഹുവിന്റെ ആദാബിന്റെ ശിക്ഷയുടെ, അവന്റെ കോപത്തിന്റെ മലക്കുകൾ അവന്റെ അടുക്കൽ ചെല്ലും. ബിമിസ്ഹിൻ ഫിഹി ജംറത്തുൻ, ബിമിസ്ഹിൻ, വസ്ത്രവുമായിട്ട്, രോമത്തിൽ ഉണ്ടാക്കപ്പെട്ട വസ്ത്രം. ഫിഹി ജംറത്തുൻ, അതിലൊരു തീയുടെ കട്ടയും ഉണ്ടാവും, തീയുടെ കനലുണ്ടാവും. അങ്ങനെ അവന്റെ റൂഹിനെ ശക്തമായി വലിച്ച് ഊരിയെടുക്കപ്പെടും. ഇൻതിസാഅൻ ശദീദൻ, കഠിനമായ ഊരിയെടുക്കൽ. നസഅ എന്ന കഠിനമായിട്ട് ഊരിയെടുത്തു. വയുഖാലു, പറയപ്പെടും, അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ, നികൃഷ്ടമായ ആത്മാവേ, ഉഖ്റുജി, ഇറങ്ങി വാ, സാഹിത്തൻ, നീ കോപിഷ്ഠനായ നിലയിൽ, മസ്ഖൂത്തൻ അലൈഹി, നിന്റെ മേൽ കോപിക്കപ്പെട്ട നിലയിലും, ഇലാ ഹവാനില്ലാഹി, അള്ളാഹുവിന്റെ നിന്യത നിന്നിലുണ്ടാകും, അതിലേക്ക് വാ, അദാബി, അവന്റെ ശിക്ഷയിലേക്ക് എന്ന് പറയപ്പെടും. ആരെ സംബന്ധിച്ച്? കാഫിറിനെ സംബന്ധിച്ച്. അവൻ മരിക്കാൻ പോകുമ്പോൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഫൈദാ ഉഖ്രിജത്ത് റൂഹുഹു, അവന്റെ റൂഹിനെ പുറത്തു കൊണ്ടുവരപ്പെട്ടാൽ, വുദിഅത് അലാ തിൽക്കൽ ജംറ, ആ തീക്കട്ടയിൽ വെക്കപ്പെടും. കസ്തൂരിയിൽ വെക്കുന്നത് മുഅ്മിനീങ്ങളുടെ റൂഹ്, അവിശ്വാസി ഈ പറഞ്ഞ തെമ്മാടികളുടെ റൂഹിനെ ആ തീക്കട്ടയിൽ വെക്കപ്പെടും.
വൈന്നലഹ നശീസൻ, ആ ആ ആ റൂഹിന് നശീഷുണ്ടാകും, അഥവാ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ഈ തീക്കട്ടയിലിരുന്ന് അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. വയുത്തുവ അല്ലെ റൂഹ് എന്ന് പറഞ്ഞാൽ റൂഹിനല്ലേ തിളയ്ക്കുന്നത്, ശരീരം തിളയ്ക്കില്ലല്ലോ അല്ലേ. പിന്നെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ റൂഹാണല്ലോ, ശരീരം അവൻ്റെ അതിൻ്റെ ബോഡിയല്ലേ, അതിനെയാണ് തിളപ്പിക്കുന്നത്, ആ മനുഷ്യന്റെ ശരീരത്തെ, റൂഹിനെ. വയുത്തുവ അലിഹ, അതിൻ്റെ മേൽ ചുറ്റപ്പെടും, അൽ മിസ്ഹു, ഈ പറഞ്ഞ രോമവസ്ത്രത്തെ. വയുദ്ഹബു ബിഹ ഇലാ സിജ്ജീൻ, അവനെ സിജ്ജീനിലേക്ക് കൊണ്ടുപോകപ്പെടും. അവിശ്വാസികളുടെ റൂഹിനെ പാർപ്പിക്കുന്ന സ്ഥലമാണ് സിജ്ജീൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇന്നൽ ഫുജ്ജാറ ലഫീ സിജ്ജീൻ എന്ന് പറഞ്ഞിട്ടില്ലേ. വാൻ മുഹമ്മദ് ബിൻ കഅബിൻ അൽ ഖുറളി അന്നഹു, അദ്ദേഹം കാന യഖറഉ, അദ്ദേഹം ഓതാറുണ്ടായിരുന്നു ഖൗലഹു തആല, അള്ളാഹുവിൻ്റെ ഈ ആയത്തിനെ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ഹത്താ, അങ്ങനെ, ഇദാ ജാഅ അഹദഹും, അവരിൽ ഒരാൾക്ക് വന്നണഞ്ഞാൽ, അൽ മൗത്ത്, മരണം വരുമ്പോ ഖാല, അവൻ പറയും, റബ്ബി ഇർജിഊൻ, എൻ്റെ രക്ഷിതാവേ ഞങ്ങളെ നീ ഒന്ന് മടക്ക്, അല്ല എന്നെ നിങ്ങളെല്ലാം മടക്ക്. മലക്കളോടാണ് പറഞ്ഞത്, റബ്ബി എന്ന് വിളിച്ചിട്ട്, നിങ്ങൾ എന്നെ ഒന്ന് മടക്കി വിട് ദുനിയാവിലേക്ക്. ലഅല്ലി അഅമലു സാലിഹൻ, സാലിഹായ അമലുകൾ ഞാൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ചെയ്തേക്കാം. ഫീമാ തറക്തു, ഉപേക്ഷിച്ചു പോയ ഒന്നിൽ. കുറെ കാലങ്ങൾ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നടന്നില്ലേ, അതിനൊരു ഒരു തദാറുക്ക്, വീണ്ടെടുപ്പായിട്ട് ഞാൻ സാലിഹായ സൽക്കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഇതാണ് ആയത്ത്. കാല, അദ്ദേഹം ചോദിച്ചു, കാല, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യം ഉണ്ടാവും. അയ്യ ഷൈഇൻ തുരീദു, എന്ത് കാര്യമാണ് നീ ഉദ്ദേശിക്കുന്നത്? ഈ അയ്യ ഷൈഇൻ തർഗബു, എന്തിലാണ് നീ ആശിക്കുന്നത്? അതുരീദു അൻ തർജിഅ ലി തജ്മഅ അൽ മാൽ, സ്വത്തിനെ സ്വരൂപിക്കാൻ വേണ്ടി നീ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുകയാണോ, കാശുണ്ടാക്കാൻ? വതഗ്രിസൽ ഖറാസ, നീ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് കൃഷി ചെയ്യാനും. വതബിനൽ ബുന്യാന, നീ കെട്ടിടങ്ങൾ കെട്ടാനും. വതുശഖിഖൽ അൻഹാറ, നീ പുഴകൾ, അരുവികളൊക്കെ ഒഴുക്കാനും. ഇങ്ങനെയുള്ള ഭൗതികമായ ഉയർച്ച ഉദ്ദേശിച്ചാണോ നീ വീണ്ടും മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത്? കാലാവൻ പറയില്ല, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ അമൽ ചെയ്യുന്നവനായേക്കാം, സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനായേക്കാം. ഫീമാ തറക്തു, ഞാൻ ഉപേക്ഷിച്ച ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ പ്രതിവിധിയായി ഞാൻ അമൽ ചെയ്തേക്കാം. കാല, അദ്ദേഹം പറയാണ്, ഫയഖൂലുൽ ജബ്ബാറു, ജബ്ബാറായ അള്ളാഹു പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, കല്ല, ഒരിക്കലും സാധ്യമല്ല, ഇത് വെറും ഒരു കലിമത്താണ്, വീണാപ്പേച്ച് എന്ന് പറയും തമിഴില്, ചുമ്മാ വെറുതെ ഒരു പ്രയോജനമില്ലാത്ത വർത്തമാനമാണിത്. ഹുവ ഖായിലുഹ, അവൻ അതിനെ ചെയ്യുന്നവനാണ്, പറയുന്നവനാണ്, അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് ശ്രദ്ധിക്കാൻ പോകണ്ട എന്ന് അല്ലാഹു തആല പറയും. ഐ ലയഖൂലന്നഹ, അതിനെ അവൻ പറയും, ഇൻദൽ മൗത്ത്, മരണപ്പെടുന്ന അവസരത്തിൽ. വഖാല അബൂ ഹുറൈറത്ത, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അൽ മുഅ്മിനു, മുഅ്മിൻ, ഫി ഖബ്രിഹി, അവന്റെ ഖബറിൽ, ഫി റൗളത്തിൻ ഖദറ, പച്ച തോട്ടത്തിലായിരിക്കും. ഖബറിൽ അവൻ പച്ച തോട്ടത്തിലായ അവസ്ഥയിലായിരിക്കും. വയുറഹബു ബിഹി ലഹു, അവന് വിശാലമാക്കപ്പെടും, ഫി ഖബ്രി, അവന്റെ ഖബറിൽ, 70 ദിറാഅൻ, 70 മുഴം അവന്റെ ഖബർ വിശാലമാക്കപ്പെടും. അഥവാ അവൻ അങ്ങനെ വിശാലമായതായിട്ട് അനുഭവപ്പെടും എന്നർത്ഥം. ഖബർ വിശാലമായതായിട്ട് അവൻ അനുഭവപ്പെടും, വിശാലമായി കൊടുക്കും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വയദീഉ, അപ്പൊ ഖബർ പ്രശോഭിതമാകും, പ്രകാശിക്കും. ഹത്താ യകൂന, അതാകും, കൽ ഖമരി ലൈലത്തുൽ ബദ്രി, പൗർണമി രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെയാവും ആ ഖബർ. അള്ളാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റസൂൽ ചോദിക്കുകയാണ്, ഹൽ തദ്റൂന ഫീമാദാ ഉൻസിലത്ത്, ഹൽ തദ്റൂന, നിങ്ങൾക്ക് അറിയുമോ, ഫീമാദാ, എന്ത് വിഷയത്തിലാണ്, ഉൻസിലത്ത്, ഇറക്കപ്പെട്ടതെന്ന്. ഫഇന്ന ലഹു മഈസതൻ ലങ്ക, ഫഇന്ന ലഹു മഈസതൻ ലങ്ക എന്ന ആയത്തിനെ എന്ത് വിഷയത്തിലാണ് ഇറക്കപ്പെട്ടതെന്ന് നിങ്ങൾക്ക് അറിയുമോ? പിന്നെ അവനുണ്ട് ഇടുങ്ങിയ ജീവിതമുണ്ട് എന്നാണ് ഈ ആയത്ത്. മൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിനെയും പെട്ട് ആരെങ്കിലും പിന്തിരിഞ്ഞാൽ, ഫഇന്ന ലഹു മഈസതൻ ലങ്ക, അവൻ ഇടുങ്ങിയ ജീവിതമുണ്ടെന്നാണ്.
കാലു സഹാബത്ത് പറഞ്ഞു അള്ളാഹു റസൂലുഹു ആലം. സഹാബാക്കളുടെ പതിവ് അതായിരുന്നു. അവർക്ക് അറിയാമെങ്കിൽ തന്നെ അവർ പറയില്ല, അവർ അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയും. രണ്ട് മൂന്ന് കാര്യം. ഒന്ന്, അങ്ങനെ പറയുന്നതിൻ്റെ പിന്നിലുള്ളത് ആദരവാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ്. മറ്റൊന്ന്, അവിടുന്ന് വേറെന്തെങ്കിലും പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതാണ് അള്ളാഹു റസൂലുഹു ആലം എന്ന് പറയുന്നത്. കാല അവിടുന്ന് അരളി അദാബുൽ കാഫിരി, കാഫിറിന്റെ അവിശ്വാസിയുടെ സത്യനിഷേധിയുടെ അദാബാണ് ഈ പറഞ്ഞത്. ഈ ഖബരി, അവന്റെ ഖബറിൽ യുസല്ലത്തു അലി, അവന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടും, അവന്റെ മേൽ ഏൽപ്പിക്കപ്പെടും. തിന്നീന, 99 തിന്നീനുകളെ അവന്റെ മേൽ അധികാരിയാക്കപ്പെടും, അടിച്ചേൽപ്പിക്കപ്പെടും, ഏൽപ്പിക്കപ്പെടും. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു ഹാൽ തദ്റൂന തിന്നീനു, തിന്നീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹയ്യത്തൻ, 99 പാമ്പുകളാണ്. ലിക്കുല്യ ഹയ്യത്തിൻ, ഓരോ പാമ്പിനും റൂസിൻ, 9 തലകൾ വീതമുണ്ടാകും. യഹ്ദിശൂനഹു, അവകൾ ഇവനെ മാന്തിപ്പറിക്കും, അവന്റെ ശരീരം ഇങ്ങനെ എന്താകും, ഛിന്ന ഭിന്നമാക്കി കളയും. വയൽഹസൂനഹു, അവനെ ഈ പാമ്പുകൾ തിന്നും. വയൻഫുഹൂന ഫി ജിസ്മി, അവന്റെ ശരീരത്തിൽ വിഷത്തിന്റെ ഊതലൂതും. ഇലാ യോമി യുബഅസൂൻ, അപ്പൊ തിന്നും, വീണ്ടും സൃഷ്ടിക്കപ്പെടും, വീണ്ടും ആ അനുഭവം അവനുണ്ടായിക്കൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഖിയാമത്ത് നാളിൽ ഖബറിൽ നിന്നും ഉയർത്തി എഴുന്നേൽപ്പിക്കപ്പെടുന്നവരെ ഈ സംഭവം ഇവനുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം ഇതിന്റെ ചില ബുദ്ധിപരമായ വശങ്ങൾ പറയുക. വല യംബഗി അൻ യുതഅജ്ജബ മിൻ ഹാദൽ അദദി, ഈ എണ്ണത്തിനെ സംബന്ധിച്ച് അത്ഭുതപ്പെടൽ പാടില്ലാത്തതാണ്. ഇങ്ങനെ എണ്ണ എന്തുവാ ഈ 99, ആ എണ്ണത്തിന്റെ പ്രത്യേകത എന്താ അങ്ങനെ വരാൻ കാരണം? ഇങ്ങനെ അതിനെ സംബന്ധിച്ച് അത്ഭുതപ്പെടൽ, സംശയിക്കലൊന്നും പാടില്ല. അലൽ ഖുസൂസ്, പ്രത്യേകിച്ച് ഈ എണ്ണം പറഞ്ഞതിനെ കുറിച്ച്. കാരണം ഫൈന അവദാദ ഹാദിഹിൽ ഹയ്യാത്തി, ഈ പാമ്പുകളുടെ എണ്ണങ്ങൾ, പല അക്കാര്യം തേളുകളുടെയും, അത് ബിഅദദിൽ അഖ്ലാഖിൽ മദ്മൂമത്തി, അവനിലുള്ള നികൃഷ്ടമായ സ്വഭാവങ്ങളുടെ എണ്ണം അനുസരിച്ചാണ്. മിനൽ കിബിരി, കിബിർ, റിയാ, ഹസദ്, ഗില്ല്, പക. ഗില്ല് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് വഞ്ചനാപരമായ ചിന്ത. ഹക്കത്, അത് പക. സായിരി സിഫാത്ത്, ഇതുപോലുള്ള ദമീമായ സിഫത്തുകൾ, അതിന്റെ എണ്ണത്തിനാണ് പാമ്പുകൾ വരുന്നത്. കാരണം ഫൈനല, ഇവകൾക്കെല്ലാം ഉണ്ട് ഉസൂരൻ, ഒരു അസുലുണ്ട് ഇവകൾക്കെല്ലാം. അത് പിന്നീട് പാമ്പുകളായി രൂപാന്തരപ്പെടുന്ന അസുലുണ്ട്, ഒരു അടിസ്ഥാനം. മഹദൂദത്തൻ, പരിഗണിക്കപ്പെടുന്ന ഒരു അടിസ്ഥാനങ്ങളുണ്ട് ഇതിന്. പിന്നീട് തൻസഹിബു മിൻഹ, ആ അടിസ്ഥാനങ്ങളിൽ നിന്നും തൻസഹിബു എന്ന് പറഞ്ഞാല് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരും, അല്ലെങ്കിൽ വ്യാപിക്കും. അതിൽ നിന്നും ഫുറൂഉൻ മഹദൂദത്തൻ, എണ്ണപ്പെട്ട കുറെ ഫറകൾ, അസിലിൽ നിന്നും കുറെ അധികം ഫറകൾ ഇങ്ങനെ പ്രചരിക്കും, വ്യാപിക്കും. അസിലുണ്ടാകും, അസിലിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരും, വിട്ടുപിരിഞ്ഞു വരും ഒരുപാട് ഫറകൾ, ശാഖകൾ. സുമ്മത്തൻകസിം, എന്നിട്ട് ഫറഹു, അതിന്റെ ഫറകളെല്ലാം വിഭജിക്കുമില്ല അഖ്സാമിൻ, പല വിഭാഗങ്ങളായിട്ട്. ഈ സിഫത്തുകൾക്കെല്ലാം ഒരു അടിസ്ഥാനങ്ങളുണ്ട്, ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങൾ അത് ചില പിരിവുകളായിട്ട്, ശാഖകളായിട്ട്, ബ്രാഞ്ചുകളായിട്ട് മാറും. അവകൾ ഒരുപാട് വിഭാഗങ്ങളായിട്ട് വിഭജിക്കുകയും ചെയ്യും. അപ്പൊ തിൽക്ക സിഫാത്ത്, ഈ നികൃഷ്ട സിഫത്തുകൾ ബിഅയാനിഹ, ഇവകൾ അവകളുടെ അയിന് കൊണ്ട് തന്നെ ഹിയൽ മുഹ്ലിക്കാത്തു, നശിപ്പിക്കുന്നവകളാണ്. പാമ്പൊന്നും ആകണ്ട, ആ സിഫത്തുകളായി തന്നെ നശിപ്പിക്കുന്നവകളാണ്. ബിഅയാനിഹ എന്നുള്ള തൈക്കീദിന് വേണ്ടി പറഞ്ഞതാണ്. ഈ സിഫത്തുകൾ അത് അങ്ങനെ തന്നെ നശിപ്പിക്കുന്നവകളാണ്. വഹി, അവകൾ ബിഅയാനിഹ, അങ്ങനെ തന്നെ തൻകദിബ്, അവകൾ മാറി മറിയും. അകാരിബവ ഹയ്യാത്തിൻ, തേളുകളായും പാമ്പുകളായിട്ടും മറിയും. അപ്പോൾ കവിയുമിന്ന, അതിൽപ്പെട്ട നല്ല കൂവത്തുള്ളത് യൽദഗു ലദ്ഗത്തിന്നീനി, പാമ്പിന്റെ കടി അത് കടിക്കും. വല്ലഗൈഫ്, അതിൽപ്പെട്ട ലഗൈഫ് ബലഹീനമായത് യൽദഗു ലദ്ഗൽ അഖർബി, തേളിന്റെ കടി അത് കടിക്കും. അമ്മാ ബൈനുമാ, രണ്ടിന്റെ ഇടയിലുള്ള വലിപ്പമുള്ളത് അത് യൂതി ഈദ അൽ ഹയ്യത്ത്, സാധാരണ പാമ്പിന്റെ ഈദ. തിന്നി എന്ന് പറഞ്ഞാൽ കടുത്ത വിഷമുള്ള പാമ്പാണ്. സാധാരണ പാമ്പിന്റെ ഈദ ഉപദ്രവം ഉപദ്രവിക്കും. ഇത് അങ്ങോട്ട് ഹദീസിൽ വന്നതാണ്, അത് അങ്ങോട്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. അർബാബുൽ ഖുലൂബി, ഖൽബുള്ളവർ എന്ന് പറഞ്ഞാൽ ബസാർ, ഉൾക്കാഴ്ചയും
കൽബിലുള്ള ചിന്തിക്കാൻ കഴിവുള്ളവർ, ഉൾക്കാഴ്ച അള്ളാഹു നൽകിയവർ, ഈ ഷാഹിദൂന അവരിവകളെല്ലാം അവർ കാണും, ബിനൂരിൽ ബസീറത്ത് ഉൾക്കാഴ്ചയുടെ പ്രകാശം കൊണ്ട്, ആദിഹിൽ മുഹരിക്കാത്തി ഈ നശിക്കുന്ന വസ്തുക്കളെ, നശിപ്പിക്കുന്ന ഈ വസ്തുക്കളെ അവർ കാണും. വൻഷിആബി ഫുറൂ, അതിന്റെ ഫറകൾ ഇങ്ങനെ വ്യാപിക്കുന്നതും അവർ അവരുടെ ഉൾക്കാഴ്ച കൊണ്ട് കാണും. ഉൾക്കാഴ്ച ഉള്ളവർ, അങ്ങനെയുള്ള ഉൾക്കാഴ്ച ഉള്ളവരുടെ കൂടുതൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല പക്ഷേ അന്ന മിഖ്ദാർ ആദതി, അതിന്റെ എണ്ണങ്ങളുടെ അളവ്, ഇത്ര എണ്ണം, ഉദാഹരണം 99 എന്ന് പറഞ്ഞത്, ലാ യൂഖഫു അലൈഹി അതിന്മേൽ അധിഷ്ഠിതമാക്കപ്പെടുകയില്ല, ഇല്ലാ ബിനൂരിൻ നുബുവത്തി നുബുവത്തിന്റെ പ്രകാശം കൊണ്ടല്ലാതെ. അഥവാ അത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല, അത് നുബുവത്തിന്റെ പ്രകാശത്തിലൂടെ കിട്ടുന്നതാണ്. നുബുവത്തിന്റെ പ്രകാശമാണ് നമ്മിലേക്ക് അത് എത്തിച്ചു തന്നതും. അംസാലു ഹാദിഹിൽ അഖ്ബാരി, ഈ ഹദീസുകളെ പോലുള്ളവകൾ, ലഹാ ഇവകൾ കൊണ്ട്, ലവാഹിറു സഹീഹത്തുൻ സഹീഹായ ഒരു ബാഹ്യവശമുണ്ട്. അഥവാ ഇത് സഹീഹാണ്, ബുഖാരി പോലുള്ള മുസ്ലിം പോലുള്ള സിഹാഹിന്റെ കിതാബിൽ പറയപ്പെട്ട ഹദീസുകളാണ്. അസ്റാറുൻ ഖഫിയ്യത്തുൻ, ഇതിന് ഖഫിയ്യത്തായ ചില സിറുകളുമുണ്ട്, അത് നമുക്ക് മനസ്സിലാവില്ല. വലാകിന്നഹ, പക്ഷെ അവകൾ എന്റെ അർബാബിൽ വസായിരി ഉൾക്കാഴ്ച ഉള്ളവരുടെ അടുക്കൽ വാദിഹത്തുൻ, അത് വ്യക്തമായിരിക്കും. ഫമനപ്പോ ഒരാള് ലൻ തൻകശിഫ് ലഹു ഹഖായിഖുഹ, ഇതിന്റെ ഹക്കീകത്തുകളാക്ക് വെളിവായില്ല, ഇതിന്റെ ഹക്കീകത്ത് വെളിവായില്ല, ഉൾക്കാഴ്ച അയാൾക്ക് കുറവാണ്. എന്നാൽ ഫലാ യംബഗി, പാടില്ലാത്തതാണ്, അൻയുങ്കിറ ലവാഹിറഹ, ബാത്തിന് ഹക്കീകത്തിൽ തിരിഞ്ഞിരുന്ന് വെച്ചിട്ട് അതിന്റെ ലാഹിറുകളെ നിരാകരിക്കാൻ, നിഷേധിക്കാൻ പാടില്ല. ബൽ മറിച്ച് അഖല്ലു ദറജാത്തുൽ ഈമാനി, ഈമാനിന്റെ ഏറ്റവും കുറഞ്ഞ പദവി എന്ന് പറയുന്നത് ആ തസ്ദീഖ് തസ്ലീം, പറഞ്ഞതിനെ വാസ്തവമാക്കുക, അതങ്ങനെ തന്നെ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്, സമ്മതിക്കുക എന്നുള്ളതാണ്. ഇതാണ് പിന്നെ ഈമാനിൽ ഏറ്റവും കുറഞ്ഞ പടവ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇത് സംബന്ധമായ കുറെ കാര്യങ്ങൾ ഇനിയും പറയും പുറകെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ യഥാർത്ഥ ഹക്കീക്കത്തുകൾ മനസ്സിലാക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ആഖിറത്തിലും നമ്മളെ അങ്ങനെ അള്ളാഹു യാത്രയാക്കുമാറാകട്ടെ. ബിഹഖി സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.